ഇല്ല സർ. സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങാറ്? ഒരു സ്പെക്ട്രം തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങാറ്? ഒരാൾ എഴുതിയെടുക്കണം അല്ലേ? അത് നിങ്ങൾ മറന്നോ? അല്ല, എന്റെ ഉത്തരം സാറിന്റെ ചെളി അടിച്ചിട്ട് തുടങ്ങുന്നതായിരുന്നു. അതെ, സാധാരണ ഐശ്വര്യമായിട്ട് കളിയെടുക്കണം. പക്ഷെ ഇന്ന് എന്താണ് PDF ആ ഒരു ഇതിന്റെ പവർ പോയിന്റ് എങ്ങനെ നോക്കിയിട്ട് ഓപ്പൺ ആവില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം അതിന്റെ പിന്നാലെ തന്നെ ഇരുന്നിട്ട് ആ ചളി അടിക്കാനുള്ള മൂഡ് പോയി. അതാണ് പ്രശ്നം അല്ലെ? എങ്ങനെ നോക്കിയിട്ട് അത് ഓപ്പൺ ആവുന്നില്ല. അത് വേറൊരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് ഞങ്ങൾ മിണ്ടാത്തോണ്ട് അത് ഞങ്ങളോട് കണക്കായിട്ടുണ്ടാവും. ആ അതാണ് എനിക്ക് തോന്നണ. പവർ പോയിന്റ് തന്നെ നിങ്ങളായ കാരണം കൊണ്ട് അത് ചടച്ചു എന്ന് തോന്നണം, അത് മുങ്ങി. ഓക്കെ ഓക്കെ, അപ്പൊ ആരെഴുതിയെടുക്കും അല്ലെ? ആ ഓക്കെ. നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചതിൽ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നോ? ചോദ്യം എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇടയിൽ എന്തോ ഞാൻ ഒരു 5-6 ചോദ്യം ചോദിച്ചതിന്റെ പിന്നെ ഉത്തരം പറഞ്ഞോ? സൈക്കോട്ടിക് സ്പെക്ട്രം നമ്മൾ സ്കിസോഫ്രീനിയെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഏതിന്റെയോ പറഞ്ഞിട്ട് ബൈപ്പോളാറിന്റെ പറഞ്ഞു ഇല്ലേ? നമ്മൾ ഉത്തരം പറഞ്ഞില്ല അന്ന്. പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ന്യൂറോട്ടിക് സ്പെക്ട്രത്തിന്റെ തുടങ്ങാം. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ട് നമുക്ക് ന്യൂറോട്ടിക് സ്പെക്ട്രം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ പവർ പോയിന്റിനപ്പുറത്ത് ഓപ്പൺ ചെയ്യാനൊക്കെ ഇട്ടുണ്ട്. പവർ പോയിന്റ് ഓപ്പൺ ആവോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആരെ എഴുതിയെടുക്കാന്ന് പറഞ്ഞ ടീം എഴുതിയെടുത്തോളേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓക്കെ, ഒരു പേഷ്യന്റിനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് വീട്ടുകാർ പറയാണ് ഈ പേഷ്യന്റ് ഒരു 24-25 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു മെയിൽ പേഷ്യന്റ് ആണ്. പുള്ളിക്കാരൻ ഒരു +2 ആ സമയത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തലയേറ്റി വീഴുന്ന പോലെ കാണിച്ചിരുന്നു. പക്ഷെ അപസ്മാരാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പലയിടത്തും കൊണ്ടുപോയി ചെക്ക് ചെയ്തു. പക്ഷെ ഒന്നും EEGയുടെ ചേഞ്ചസ് ഇല്ല. ബാക്കി ഒരു സീഷർ ആണ് എന്ന് പറയാവുന്ന ഒരു സാധനവും അതിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞ് കുറെ നാളത്തേക്ക് അയാൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് തോന്നണ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ആ +2ന്റെ ആ ടൈമിൽ, +2 കഴിയുന്ന സമയത്താന്ന് തോന്നുന്നു, കുറച്ചാൾ കാണിച്ചിട്ടുണ്ട്, ഒരു 3-4 തവണ. പിന്നെ ഈ ചങ്ങായി അങ്ങനെ തലയേറ്റ് വീഴിലോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമേ കാണിച്ചിട്ടില്ല. ഇവർ കാണിച്ചു, പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി, ചെക്കപ്പിലൊന്നും സീഷർ ആണെന്ന് തെളിയിക്കാനുള്ള ഒന്നും വന്നില്ല. അപ്പൊ അത് ഒരു വിട്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോ ഒരു കുറച്ച് എനിക്ക് തോന്നണ ഒരു 4 മാസത്തിനുള്ളിൽ ഇയാള് ഇടയ്ക്ക് ഇയാളുടെ മരിച്ചുപോയ അമ്മാവന്റെ പോലത്തെ ഒരു സ്വഭാവമൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നു. ആ ഒരു മാനറിസം പോലെയും ഒരു ടഫ് ലാംഗ്വേജും അങ്ങനത്തെ ഒരു ഇതൊക്കെ കാണിക്കുന്നു. അത് കഴിയുമ്പോൾ ഇയാൾക്ക് ഈ സാധനങ്ങളെ കുറിച്ച് വലിയ ഓർമ്മയില്ല എന്നുള്ള പോലെയാണ് അയാൾ പറയുന്നത്. പക്ഷെ ഇതൊരു കുറച്ച് തവണയായിട്ട് ഇയാൾക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. ഒരു ലാസ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ ഒരു 8-10 തവണ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടുകാർ കൊണ്ടുവന്നത്. അതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ്ലി ഒരു ഒക്കേഷണൽ ആൽക്കഹോളിസം ഉണ്ടായിരുന്നു. ഭയങ്കര സിവിയർ ഒന്നും അല്ല, പക്ഷെ ഒരു ഒക്കേഷണൽ ആൽക്കഹോളിസം ഉണ്ടായിരുന്നു. വേറെ ഹിസ്റ്ററി വൈസ് വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു കേസ് വന്നു. എന്തായിരിക്കും ഡയഗ്നോസിസ്? ആരും പറയണ്ട, എഴുതി വെച്ചാൽ മതി. എഴുതിയോ? ഓക്കെ, എല്ലാവരും എഴുതിയോ? ബാക്കിയുള്ളവരൊന്നും മിണ്ടറാൻ കേൾക്കില്ല. എഴുതിയോ? ശരിയോ തെറ്റൊന്നല്ല, എഴുതി. ഓക്കെ ഓക്കെ, അടുത്ത് ഒരു 35-year-old ആയിട്ടുള്ള ഒരു മെയിൽ പേഷ്യന്റിനെ കൊണ്ട് വീട്ടുകാർ വന്നു. വീട്ടുകാർ ഇയാളെ കുറിച്ച് പറയുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഴിഞ്ഞ ഒരു 10 months to 11 monthsന്റെ ഇടയിൽ, ഒരു കൊല്ലത്തിന് തൊട്ട് താഴെയായിട്ട് ഇയാൾക്ക് ഇടയ്ക്ക് ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട്. ആ സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കുറച്ച് നേരത്തേക്ക് ഇയാൾ എന്താണ് ഇയാളുടെ ശരീരത്തിൽ എന്തോ കയറുന്നു, അങ്ങനത്തെ ഒരു തോന്നലും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു ഒരു കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ തലയേറ്റുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊരു മാനറിസം പോലെ കുറച്ച് നേരത്തേക്ക് കാണിക്കുന്നു. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കലും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ആദ്യം തുടങ്ങിയത് ഇയാൾക്ക് ഒരു 11 മാസം മുമ്പ് ഒരു അമ്പലത്തിന്റെ അവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം ഇയാൾ കാണിച്ചത്. അതൊരു രാത്രി നേരത്തെ അയാൾ അമ്പലത്തിന്റെ അവിടെ എന്തോ ആവശ്യത്തിന് പോയി. അയാൾ കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്തു, കറണ്ട് പോയി. അപ്പൊ ഇയാൾ അവിടെ നിന്ന് കുറച്ച് നേരം എന്താണ് കറണ്ട് വരട്ടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ എന്താണ് കുറച്ചധികം ലേറ്റ് ആയി, ആരോ വരും എന്ന് പറഞ്ഞ ടീം അവിടെ വരാത്ത കാരണം കൊണ്ട് അവസാനം വിളിച്ചു നോക്കി, എന്താണ് അവരെത്താതെ. അപ്പൊ അത് ഇത്തിരി ഒരു ഒറ്റപ്പെട്ട ഭാഗമാണ്. മറ്റാൾ എത്താതെ ആയപ്പോൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, പിന്നെ പോകാന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ട് പോയപ്പോൾ കുറച്ച് നേരം ഒന്ന് കറണ്ട് വരട്ടെ എന്ന് ഇയാൾ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ആൾ ഉള്ള മൊബൈലിന്റെ വെട്ടത്തിൽ ആശാൻ എന്ത് ചെയ്തു, പോയി. ആ പോണ സമയത്ത് ഇയാൾക്ക് എന്തോ ഒരു ഇത് നിഴൽ മൂവ് ചെയ്യണ പോലെ തോന്നി. ഇയാളുടെ ശരീരത്തിലേക്ക് എന്തോ കടന്ന പോലെ ഇയാൾക്ക് ഒരു തോന്നൽ. അന്നൊരു തവണ പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി ഒരു മിനിറ്റ്. പിന്നെ അയാൾ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് പോയി. പക്ഷെ അത് കഴിഞ്ഞ് ആ 11 മാസം മുമ്പുണ്ടായ ആ ഒരു ഇൻസിഡന്റിന് ശേഷം 2-3 മാസം കഴിഞ്ഞ് ഇയാൾ ഒരു ദിവസം രാത്രി അതേ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ്, അപ്പൊ ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ്, ഒറ്റയ്ക്ക്. പക്ഷെ അന്ന് ഇയാൾ എന്താണ് നടന്നല്ല പോയിരിക്കുന്നത്, സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഇയാൾക്ക് എന്തോ ഒരു ഫീൽ വന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇയാൾക്ക് എന്താണ് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോകുമ്പോഴും പിന്നെ 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 ഇയാൾക്ക് എന്താണ് പള്ളിയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു ഫീൽ വരുന്നു, എന്തോ ഇയാളുടെ ശരീരത്തിലുണ്ട് എന്നുള്ള ഒരു ഇത്. ആ കുറച്ച് നേരത്തേക്ക് ഇയാൾ എന്താണ് ഇയാളുടെ കൺട്രോൾ ഇയാൾക്ക് വിട്ടു പോകുന്ന പോലത്തെ ഒരു ഫീൽ. ഇതൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ ആഴ്ചയാണ്. അപ്പൊ ആ കൊണ്ടിരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം ഇയാൾ എന്താണ് പെട്ടെന്ന് ഒരു ഇതിന്റെ അടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ ഒന്ന് വിളിച്ചു പറയുകയും കൂടി ചെയ്തു, റോട്ടിൽ നിന്ന് തന്നെ. അപ്പൊ വീട്ടുകാർക്ക് തോന്നിയത് പ്രശ്നം കൂടുതലാണ്. അപ്പൊ അവരെ പൂജയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ശരിയാവാതെ വന്ന് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ്. എന്തായിരിക്കാം ഡിസോർഡർ? എഴുതിയോ? ഓക്കെ. ഇനി ഇന്നലെ വന്നൊരു പേഷ്യന്റെ കാര്യം പറയാം. ഇന്നലെ ഞാൻ കണ്ടൊരു പേഷ്യൻ്റാണ്. ആ പുള്ളിക്കാരി, ഞാൻ വിൻസെന്റ് ഏരിയ പോകുമ്പോൾ ഞാൻ വേറൊരു ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന ഒരു പേഷ്യൻ്റാണ്. പുള്ളിക്കാരി ഇപ്പം ഏകദേശം 51-52 വയസ്സായിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്ന ഒരു 6 മാസമാണ് ഒരു ഹിസ്റ്ററി പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. 6 മാസം 7 മാസത്തിനുള്ളിലായിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഈ മെനപ്പോസൽ ചേഞ്ചസ് അല്ല, അതൊരു 5-8 കൊല്ലം മുമ്പേ നിന്നു എന്നവർ പറഞ്ഞു. കാരണം നമ്മൾ ഈ 51 വയസ്സിനോട് ചോദിച്ചു വരുമ്പോൾ യൂഷ്വലി അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഞാനത് ചോദിച്ച വഴി പറഞ്ഞു അതല്ല, അത് കുറച്ച് കാലം മുമ്പേ നിന്നു എന്നുള്ളവർ പറഞ്ഞു. ഈ ഒരു 6 മാസത്തിനുള്ളിൽ പുള്ളിക്കാരിക്ക് പ്രയറിനൊട്ടും നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കറക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള തെറികൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റഡ്ലി വരുന്നു. അത് കാരണം കൊണ്ട് ഇവർ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ തീരെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നേ ഇല്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഗിൽറ്റ് കാരണം കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടുള്ള ഒരു മൂഡ് ഓഫ്, ആളുകളുമായിട്ട് മിണ്ടലൊക്കെ കുറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ 6 മാസത്തിനുള്ളിലാണ്. അതിന് മുമ്പ് ഇവർ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പൊ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റാച്ചുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ മനസ്സിലും മൾട്ടിപ്പിൾ തെറികളാണ്, പ്യുവർലി അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് വരുന്നത്. ഇത് ഇവർക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. ഇത് ഇവർക്ക് തെറ്റാൻ തോന്നും ചെയ്യും, പക്ഷെ ഇവർക്ക് എന്താണ് അവരുടെ കൺട്രോളിൽ അത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നു. പക്ഷെ അതിൽ ഈ 6 മാസം കൊണ്ട് തന്നെ ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരെന്തുമായിട്ടുണ്ട്, ഈ ഒരു 1-2 മാസത്തിനുള്ളിൽ ഇവർ തീരെ ആക്റ്റീവ് അല്ലാതെയായി, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് തീരെ കുറഞ്ഞുപോയി, ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടി, എല്ലാത്തിനും ഒരു മടുപ്പ്, വീട്ടിലെ പണിയൊന്നും ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ 6 മാസം കൊണ്ടാണ് ഈ ചേഞ്ചസ് എല്ലാം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യനെ കൊണ്ട്. എന്തായിരിക്കും ഡയഗ്നോസിസ്? എഴുതിയോ? ഉത്തരം എഴുതിയല്ലോ. പാർട്ടി മനക്കില്ലല്ലോ മിടിക്കുകളെ. ഓക്കെ. അടുത്തത് ഈ ആഴ്ച തന്നെ വന്നൊരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ തേയില വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഈ
റിസൻ മലയാളോ ഏതോ ഒരു എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്, ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ലേഡിയാണ്. അപ്പോൾ അവർ കുറെ കൊല്ലമായിട്ട് എന്ത് ചെയ്യുന്ന തന്നെയാണ്, എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഒരു 8 മാസം മുമ്പ് ഇവര് ഈ തേയില ഇത് ഇല നുള്ളുന്ന സമയത്ത് എസ്റ്റേറ്റിൽ വെച്ച് പെട്ടെന്ന് ഇവര് എന്ത് ചെയ്തു, ഒരു ഒരു തേയിലയുടെ ചെടിയുടെ ഇതുമെന്ന് നുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ കാലിന്റെ അവിടെ എന്തോ ചവിട്ടി പോലെ ഇവർ ഫീൽ ചെയ്യുകയും ചെയ്തു. ആ ചവിട്ടിന്ന് ഇവർ ഫീൽ ചെയ്യുന്ന, ഇവർ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ചവിട്ടിന്ന് ഇവർ ഫീൽ ചെയ്യുന്നതും വിതിൻ സെക്കൻഡ്സ് എന്താണ്, ഈ ചെടിയുടെ ഇതുമൊക്കെ എന്ത് ചെയ്തു, ഒരു പാമ്പ് കയറി പത്തി വിടർത്തി പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്തു, ചീറ്റുന്ന ഒരു സൗണ്ടും വന്ന് ഇവരപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആയി. ഒന്ന് ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് ഇതിന്റെ സൗണ്ടും ഇതും വന്ന വഴി ഇവരൊന്ന് ചെറുതായി ഒന്ന് തലയിറ്റി. അപ്പോഴേക്കും പക്ഷേ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വേറെയും ആൾക്കാരുണ്ട്, തൊട്ടപ്പുറത്തുണ്ടായിരുന്നവരെന്തോ അവരുടെ പരിപാടിയുള്ള ഒരു തപ്പന്നെ അടിക്കുകയും ചെയ്തു എന്ന് പറയാം, മറ്റേ അടിക്കുകയോ തട്ടി മാറ്റുകയോ. അപ്പോഴേക്കും അത് സംഭവം വിതിൻ സെക്കൻഡ്സ് ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇവര് ഇതിനു മുമ്പും പാമ്പിനെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഇവരെന്നെ തട്ടി മാറ്റുമോ അല്ലെങ്കിൽ വളരെ കൂളായിട്ട് അതിന്റെ അടുത്ത് പാമ്പിനെ ഒരു പേടിയും ഉണ്ടായിരുന്നില്ലാത്ത ടീമാണ്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടും, ശ്വാസം കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നു, ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല, തീരെ കിട്ടുന്നില്ല, കൈയും കാലും തരിച്ചു വരുന്ന പോലെ, വയറിനകത്ത് നിന്ന് ഒരു എരിച്ചിൽ പോലച്ചിൽ പോലത്തെ ഒരു ഫീൽ വരുന്നു, തലയ്ക്ക് ഭയങ്കര ഒരു ഹെവിനെസ് പോലെ, തല ചുറ്റോ എന്നുള്ള ഒരു പേടി പോലെ വരുന്നു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് 25 മിനിറ്റിനുള്ളിൽ ഇത് കംപ്ലീറ്റ്ലി സബ്സൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഇൻസിഡന്റിന് ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വരുന്നു. അത് വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ ഇവർക്ക് എന്താണ്, ബസ്സിൽ കയറുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. ബസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്നാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അത് കാരണം കൊണ്ട് ബസ്സിൽ പോകുന്നില്ല. കൂടുതൽ പങ്കും പുള്ളിക്കാരി ഓട്ടോ വിളിച്ച് പോകാൻ തുടങ്ങി. ഒരുവിധം ചെറിയ ദൂരമൊക്കെ ഓട്ടോ വിളിച്ച് പോകുന്നു. ബാക്കി പോകുന്നത് എന്താണ്, മോനെങ്ങാനും വന്നാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം കംപ്ലീറ്റ്ലി പുള്ളിക്കാരിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് വന്നു. എന്തായിരിക്കും ഡയഗ്നോസിസ്? സാർ ഒരു മിനിറ്റ്. ഹലോ സാർ, ഇപ്പം ഹാർട്ട് ബീറ്റ് കൂടുന്നു, ശ്വാസം കിട്ടുന്നില്ല, തലകറക്കം, ഇത്രയും എഴുതിയുള്ളൂ. ബാക്കി ആ സിംറ്റംസ് ഒന്നും പറയാമോ? അതായത് തല കറങ്ങുന്ന പോലെ തോന്നുന്നു, തല കറങ്ങുന്നു എന്നില്ല, കൈയും കാലും തരിക്കുന്ന പോലെ ഒരു നംനസ് ഫീലിംഗ്, പിന്നെ വയറിനകത്ത് നിന്ന് ഒരു എച്ചിൽ പോച്ചിൽ പോലെ, എപ്പിഗാസ്ട്രിക് ഡിസ്കംഫർട്ട്, ഇത്രയും സാധനങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. പക്ഷേ ഇത് ഇന്റർമീഡിയന്റ് ആയിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ വരുന്നുണ്ട്. എഴുതിയിരിക്കുന്ന ആൾക്ക് പണി കിട്ടിയില്ലേ? ലൈറ്റ് ആയിട്ട് ഒന്നിടയിലൊന്ന് വന്നു അല്ലേ? അല്ല, സാർ പറയുന്ന സ്പീഡിൽ എഴുതിയിരിക്കുന്നത്. അത് ശരിയാ. ഓക്കെ. ഓക്കെ, ഇന്ന് കൊണ്ടുവന്ന അടുത്ത് പറഞ്ഞോളെ. ഓക്കെ, ഇന്ന് കൊണ്ടുവന്ന ഒരു പെങ്കൊച്ച്, അതായത് 10ാം ക്ലാസ് വരെ ഈ പെങ്കൊച്ച് ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. 1ാം ക്ലാസ് തൊട്ട് 1ാം ക്ലാസ് ആണ്, LKG തൊട്ട് 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. ഇവരൊരു 5-6 ഫ്രണ്ട്സ് എന്താണ്, ഇവര് ഒരേപോലെ തന്നെ ക്ലാസ്സിലേക്ക് പതിയെ വീടിന്റെ അവിടെ നിന്ന് നടന്നു പോയി. അവർ അതേ സ്കൂളിൽ തന്നെ പഠിച്ച് കുറെ നാളായിട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ച് തന്നെ പോയിരുന്നതാണ്. ഇക്കൊല്ലം +1ലേക്ക് ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1ന്റെ തുടക്കത്തിൽ അവർ ആ സ്കൂളിൽ ചേരും. പിന്നീട് ഇവരുടെ വീട് വെച്ചത് കുറച്ചുകൂടി അകലെ ആയതുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് മാറ്റി ഈ കൊച്ചിനെ വേറൊരു സ്കൂളിലേക്ക് ഇവർ മാറ്റി. അതുവരെ 10ാം ക്ലാസ്സിൽ ഫുൾ A+, നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഈ കൊച്ച്, വളരെ സോഫ്റ്റ് സ്പോക്കൺ, ഒരു പ്രശ്നമില്ല, ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സ്കൂളിലേക്ക് മാറിയ പിന്നെ സ്കൂളിലേക്ക് പോകാൻ പലപ്പോഴും ഇടയ്ക്ക് മടി വരുന്നുണ്ട്. ഇപ്പൊ ഒരു 4 മാസം ആയി കഷ്ടി ഇങ്ങോട്ട് മാറിയിട്ട് ക്ലാസ്സിൽ പോകാൻ ഒരു മടി വരുന്നു. അതേപോലെ തന്നെ ദേഷ്യം കൂടിയിട്ടുണ്ട്. അവർ വീട്ടുകാർ പറയണം, പണ്ട് ഒരിക്കലും ദേഷ്യം പിടിച്ച് കാണാത്ത കൊച്ചായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഇറിറ്റേഷൻ കാണിക്കുന്നു, പെട്ടെന്ന് കരയുന്നു. മുമ്പ് പലപ്പോഴും ദേഷ്യവും ഇല്ല, പെട്ടെന്ന് കരച്ചിലും ഇല്ല, വളരെ മെച്ചുവർ ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് ചെറിയ കാര്യത്തിന് പെട്ടെന്ന് കരച്ചിൽ വരുന്നു. അതേപോലെ തന്നെ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിനോട് സംശയം പോലും ഈ കൊച്ചിനെ ചോദിക്കാനുള്ള ധൈര്യം പോയി. പണ്ട് ടീച്ചേഴ്സിനോട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്ന ടീമാണ്. പക്ഷെ ഇപ്പൊ അതെന്താണ്, ചോദ്യമൊന്നും അധികം ചോദിക്കുന്നില്ല. കൊച്ചിന് അറിയാത്ത സാധനമാണെങ്കിലും എന്താണ് ക്ലാരിഫൈ ചെയ്യുന്നില്ല. പണ്ടാണെങ്കിൽ ഒക്കെ ക്ലാരിഫൈ ചെയ്ത് തീർത്ത് പഠിച്ചിരുന്ന ആളാണ്. ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് വിഷമവും കരച്ചിലും വരുന്നുണ്ട്, പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നു. ഇതെല്ലാം പക്ഷെ ഇവർ പറയുന്നത് ഈ 4 മാസത്തിനുള്ളിൽ, ഇങ്ങോട്ട് മാറിയ 4 മാസത്തിനുള്ളിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. എന്തായിരിക്കും ഡയഗ്നോസിസ്?
എഴുതിയോ? യെസ് സർ. ഓക്കെ. അടുത്തത് ഒരു ലേഡി, അത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഒരു പേഷ്യൻ്റ് ആണ്. പുള്ളിക്കാരി 31 years ആയിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. പക്ഷെ ഇവരുടെ ഒപ്പം തന്നെയാണ് ഹസ്ബൻഡിന്റെ ഫാദർ ഉണ്ടായിരുന്നത്. അതായത് ഹസ്ബൻഡിന്റെ ഫാദർ, മദർ, ഹസ്ബൻഡ്, ഇവർ ജോയിന്റ് ഫാമിലി പോലെ ഇവർ ഒരുമിച്ചാണ്. വേറെ ബ്രദേഴ്സ് ഒന്നുമില്ല, ഇവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒരു ദിവസം രാത്രിയാണ് ഫാദറിന് പെട്ടെന്ന് എന്ത് പറ്റിയ ഒരു നെഞ്ചുവേദന പോലെയൊക്കെ വന്ന്. അപ്പൊ ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ഇവരെന്നെ വണ്ടി ഓടിച്ച്, ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല, ഇവരെന്നെ വണ്ടി ഓടിച്ച് ഇവരും ഉമ്മയും ആണ് അതായത് ഹസ്ബൻഡും ഉമ്മയും കൂടി തന്നെയാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ പോണ സമയത്ത് തന്നെ ആൾ പെട്ടെന്ന് ഡെത്ത് ആവുകയും ചെയ്തു. അവർക്ക് തന്നെ ഡെത്ത് ആയെന്ന് ഏകദേശം ഫീൽ ചെയ്തു. പക്ഷെ ആ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പുള്ളിക്കാരി അതൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് തിരിച്ചെന്താണ് ഇവർ പോന്നു. ബാക്കി ഹസ്ബൻഡും ബാക്കി ഹസ്ബൻഡിന്റെ ബ്രദറും അവരൊക്കെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്യൂണറൽ ബാക്കി സാധനങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് പോലത്തെ ആ ഒരു വണ്ടി ഓടിക്കുന്നതും അതിനകത്ത് ഫാദർ കാണിച്ച ആ ഒരു സാധനങ്ങളും അതൊക്കെ ഫ്ലാഷ് ബാക്ക് പോലെ മനസ്സിലേക്ക് വരികയാണ്. ആ വരുന്നതോടുകൂടി ഇവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ബോഡിയൊക്കെ ആകെ വേർക്കുന്നു, കൈയും കാലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫീൽ വരുന്നു. എന്തോ സംഭവം ഇവരുടെ ഹാർട്ട് ബീറ്റ് തന്നെ നന്നായി കൂടുന്നു, എന്തൊക്കെയോ ഒരു സംഭവിക്കുന്ന പോലെ ഇവർക്ക്. അതായത് നിൽക്കുന്നിടത്തുനിന്നോ ഇരിക്കുന്നിടത്തുനിന്നോ തീരെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഫീൽ, ഇതൊക്കെ വരുന്നു. പക്ഷെ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനങ്ങൾ കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇമേജ് വരുമ്പോഴാണ് ഇത് വരുന്നത്. ആ ഒരു എന്താ പറയുക, ആ കാറിൽ ആ ഒരു ഇൻസിഡൻസ് ഇവർക്ക് ഫ്ലാഷ് ബാക്ക് പോലെ പെട്ടെന്ന് വരുന്നു. അതിനോട് യോജിച്ച് തന്നെയാണ് ഈ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഇതൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വന്നൊരു പേഷ്യന്റ് വന്നു. എന്താവാനാണ് ചാൻസ്? എല്ലാവരും എഴുതിയോ? ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന ഒരു 60 year old ആയിട്ടുള്ള ഒരു പേഷ്യന്റ്. പുള്ളിക്കാരിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു കൊല്ലമായിട്ട് ഇവർക്ക് എന്താണ്, ഇടയ്ക്ക് ഇവർക്ക് എന്ത് തോന്നലുണ്ട്, ഇവർക്ക് എന്തോ ഒരു വലിയ അസുഖമുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്ന് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്തു. എല്ലാ ചെക്കപ്പും നോർമലാണ്. പക്ഷെ ഇവർ ഇതൊക്കെ എന്താ പറയുക, ഡോക്ടർ എല്ലാ ചെക്കപ്പും ഇതൊക്കെ കാണിച്ച് ഇത് കൊടുത്തു കഴിയുമ്പോഴും ഇവർ പറയുന്നത് എന്തോ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. വയറിനകത്താണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ളത്. ഡോക്ടർ ചെക്കപ്പ് ചെയ്തതിനും അപ്പുറത്തേക്ക് എന്തോ എൻ്റെ വയറിനകത്ത് ഉണ്ട്, അത് ഇതിനകത്തൊന്നും വന്നിട്ടില്ല എന്നാ തോന്നണേന്നൊക്കെ പറഞ്ഞ് ഇവരിടയ്ക്ക് ഇത് പറഞ്ഞപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, മക്കളൊക്കെ കൂടി കൊണ്ടുപോയി ഫുൾ എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും എല്ലാ സാധനങ്ങളും ചെയ്തു. പക്ഷെ ഇതിനകത്തൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ ഇവർക്ക് എന്ത് തോന്നലുണ്ട്, വയറിനകത്ത് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്, ക്യാൻസർ ആണെന്നാണ് തോന്നുന്നത്. കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഇവർ മരിച്ചു പോവാം, ഇങ്ങനത്തെ ഒരു തോന്നൽ ഇവരെ ഹോണ്ട് ചെയ്യുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എന്ത് പറയുന്നില്ല, എനിക്ക് ഉണ്ട് എന്ന് തർപ്പിച്ചതല്ല. പക്ഷെ ഇവർക്ക് എന്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ തോന്നൽ ഇവരെ ഹോണ്ട് ചെയ്യും. അപ്പൊ ഇവർ ചെറിയ മൂഡ് ഓഫ് ആയിട്ടിരിക്കും. മക്കളോട് എന്ത് പറയും, ഒന്ന് ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണോ എന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒക്കെ. എന്നാൽ ഒരു ഭയങ്കരമായിട്ട് പെർസിസ്റ്റ് ചെയ്ത് എന്താണ് എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് വാദിച്ച് നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഈ ഒരു തോന്നൽ ഉണ്ട്. അതായത് ചെക്കപ്പിലൊന്നും കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് എന്തോ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള എന്തോ ഇത് ഉള്ളിലുണ്ട്, കുറച്ചാൾ കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരും, ഒരു മേജർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ലൈഫ് പോകും. ഇങ്ങനത്തെ ഒരു തോട്ട് പാറ്റേൺ ഉള്ള ഒരു ലേഡി, 60 year old. എന്തായിരിക്കാം ഡിസോർഡർ? എഴുതിയോ? ഓക്കെ. അടുത്ത് ഒരു പെങ്കൊച്ചിനെ ഇന്നലെ കൊണ്ടുവന്നതാണ്. ആകെ 16-17 വയസ്സുള്ളൂ. +1 പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. ഈ പെങ്കൊച്ച് ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് കാലുവേന പറയും, കൈവേന പറയും, വയറുവേന പറയും. പലപ്പോഴും ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കൂടുതൽ ഇത് പറയും. അപ്പോൾ ക്ലാസ്സിൽ വിടാൻ പറ്റില്ല. ഡോക്ടേഴ്സിനെ കാണിച്ച് പല ചെക്കപ്പ് നോക്കി. മിക്കവാറും ചെക്കപ്പിലൊന്നും എന്തില്ല, ഒരു മേജർ ഫൈൻഡിങ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവർ അവസാനം ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാറി മാറിയുള്ള സിംറ്റംസ് ആണ്. പക്ഷെ പെങ്കൊച്ച് പറയണ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു, വയറിനകത്ത് ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു, ഇടയ്ക്ക് കാല് ഭയങ്കര വേദന തോന്നിയിരുന്നു എന്നൊക്കെ പറഞ്ഞു.
സംഭവം ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവരുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ പെങ്കൊച്ചിനോട് ഒരു ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് നോ പറയാനുള്ള ധൈര്യമില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു എന്താ പറയാ, എവിടെയോ ഒരു ഇഷ്ടമുണ്ട്. കാരണം ഈ പെങ്കൊച്ചിന് ഇതുവരെ എഫ്ഐആർ വന്നിട്ടില്ല. അപ്പോൾ ഒരാൾ അതിന് മുമ്പ് ആരൊക്കെ അപ്രോച്ച് ചെയ്തപ്പോൾ 10ാം ക്ലാസ്സിന്റെ സമയമാണ്, പഠിക്കാണ്ട് ആ ഒരു ഫീലൊക്കെ ഉള്ളതുകൊണ്ട് നോ ഒക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ +1 ആയ സമയത്ത് ഈ പുള്ളിക്കാരിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസിന്റെ ആയിരിക്കാം, പെൺകൊച്ചിനും ഒരു ചെറിയ രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളിലുണ്ട്. പക്ഷെ എന്നാൽ എന്താണ്, അത് തെറ്റാണ്, അങ്ങനത്തെ ഒരു തോന്നൽ ഒരു സൈഡിൽ നോ പറയണം എന്ന് ഉള്ളിലുണ്ട്. പക്ഷെ എന്നാൽ അല്ലെ ഒരു ആംബിവാലന്റ് പൊസിഷൻ, യെസും ഉണ്ട് നോ ഉണ്ട്. നോ പറയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ശ്രമിച്ചു, പക്ഷെ ഇട്ട് നോട്ട് പറയാനും പറ്റിയില്ല. ഈ ചങ്ങാതി ഇനി അവിടെ നിന്ന് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അതിനുശേഷമാണ് ഈ അസുഖങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നത്. എന്തായിരിക്കും ഡയഗ്നോസിസ്? ഇപ്പൊ നമ്മൾ എത്ര ചോദ്യം പറഞ്ഞു? ഇത് 8ാമത്തെ ആൻസർ പറഞ്ഞു. 8ാമത്തെ. ഓക്കെ, നമുക്ക് നിർത്താം. നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടിയോ? നമ്മൾ കഴിഞ്ഞ സൈക്കോട്ടിക് സ്പെക്ട്രത്തിന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു കിളിപോയ അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ? പെട്ടെന്ന് കിട്ടാത്തൊരു തീരെ കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അങ്ങനെയല്ല, കുറെ ഉത്തരം മനസ്സിലാവുന്നുണ്ട്. കുറെ ഉത്തരം മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ? കാരണം എന്താണ്? കേസസ് ആണ്, നമുക്ക് കുറച്ച് അറിയാവുന്ന കേസസ് ആണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോട്ടിക് സ്പെക്ട്രം ആണ് ആരുടെ കേസസ്? സൈക്കോളജിന്റെ സ്പെക്ട്രം. അപ്പൊ നിങ്ങൾ പലതും കണ്ടതും കേട്ടതും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ഇത്തിരി കൂടി നിങ്ങൾക്ക് എന്തായിട്ട് തോന്നും? എളുപ്പമായിട്ട് തോന്നും. പരിചിതമായിട്ട് തോന്നും. പക്ഷെ അതേ സമയത്ത് സൈക്കോട്ടിക് സ്പെക്ട്രത്തിലെ കേസസ് ഓക്കെ, കയ്യിൽ നിന്ന് ഒന്ന് മൊബൈൽ പോയതാ, കുഴപ്പമില്ല അല്ലെ? സൈക്കോട്ടിക് സ്പെക്ട്രത്തിലെ കേസസ് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു? അല്ല, എന്താണ് കിട്ടുന്നത്? ചിലത് കിട്ടും, ചിലത് പഠിച്ച ഓർമ്മയിൽ കിട്ടും. ഒക്കെ പഠിച്ച ഓർമ്മയിൽ കിട്ടുമായിരുന്നു, അല്ലാത്തൊന്നും കിട്ടുന്നില്ല. അല്ല, അതിൽ കിട്ടാത്ത സാധനങ്ങൾ കൂടുതലും ഇതിൽ പക്ഷെ കിട്ടുന്നതായിരിക്കും കൂടുതൽ അല്ലെ? മറ്റേതിൽ കിട്ടാത്തത് കൂടുതലാണെങ്കിൽ ഇതിൽ കിട്ടുന്നതായിരിക്കും കൂടുതൽ, ആണോ അല്ലേ? ഓക്കെ, ഇനി സൈക്കോട്ടിക് സ്പെക്ട്രവും ഇപ്പൊ നമ്മൾ രണ്ടാമത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂറോട്ടിക് സ്പെക്ട്രം ആണ്. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാവില്ല എന്നുള്ള ഒന്ന്. അതല്ലാതെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡിഫറൻസ് എന്തായിരിക്കും? മെഡിസിന്റെ ആവശ്യമില്ലാത്ത. സാധാരണ ന്യൂറോട്ടിക് സ്പെക്ട്രം ഡിസോർഡേഴ്സിന് മെഡിസിന്റെ ആവശ്യം ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ള ഒരു വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സൈക്കോട്ടിക് സ്പെക്ട്രത്തിൽ എന്തുണ്ടാവാൻ സാധ്യത കുറവാണ്? ഇൻസൈറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കാരണം എന്താണ്? പല സൈക്കോട്ടിക് സ്പെക്ട്രം പേഷ്യന്റിനും വേറൊരാൾ പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുക അല്ലെ? ആണോ അല്ലേ? പക്ഷെ ന്യൂറോട്ടിക് സ്പെക്ട്രം പലതും അവർക്ക് അറിയാം, അവർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് കുറെ ന്യൂറോട്ടിക് സ്പെക്ട്രം പേഷ്യൻസ് ഒക്കെ തനിയെ വരും. അതേപോലെ തന്നെ എന്താണ്, വരാൻ വില്ലിങ്നെസ് ഉണ്ടായിരിക്കും. ഇവർക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രസ് ഉള്ളത് കൊണ്ട് എന്തുണ്ടാവും? വരാൻ വില്ലിങ്നെസ് ഉണ്ടാവും. പക്ഷെ സൈക്കോട്ടിക് സ്പെക്ട്രം പലതിനും എന്താണ്, വരാൻ വില്ലിങ്നെസ് ഉണ്ടാവില്ല, വേറൊരാൾ പിടിച്ചുകൊണ്ടിട്ട് വരും. അപ്പോൾ ഒരെണ്ണത്തിൽ ഇൻസൈറ്റ് ഉണ്ട്, ഒരെണ്ണത്തിൽ ഇൻസൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇൻസൈറ്റ് ഉള്ള പേഷ്യൻസ് ഏതായിരിക്കും കൂടുതലും? ഏത് സ്പെക്ട്രത്തിലാണ്? ന്യൂറോട്ടിക് സ്പെക്ട്രം എന്നുള്ളതാണ് ആണ് അല്ലെ? ഇനി ന്യൂറോട്ടിക് സ്പെക്ട്രം അല്ലെങ്കിൽ ആൻസൈറ്റി സ്പെക്ട്രം ഡിസോർഡറും സൈക്കോട്ടിക് സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെയും എറ്റിയോളജിയിലും കുറച്ചൊരു വ്യത്യാസം പറയുന്നുണ്ട് അല്ലെ? കോസൽ ഫാക്ടറിൽ എന്തായിരിക്കും വ്യത്യാസം? ന്യൂറോട്ടിക് സ്പെക്ട്രം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, സൈക്കോട്ടിക് സ്പെക്ട്രം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇംബാലൻസ് ഉണ്ട്. മെയിൻലി ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ചേഞ്ചസ് കൊണ്ടാണ് കൂടുതലും എന്തിനെ പറയപ്പെടുന്നത്? സൈക്കോട്ടിക് സ്പെക്ട്രത്തിൽ പറയുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളൊന്ന് വെറുതെ നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കിസോഫ്രീനിയ ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ടാണ് കൂടുതൽ ബന്ധം? പലതും പറയുന്നു, മെയിൻ ബന്ധം ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ടാണ്? ഡോപ്പാമിൻ ചേഞ്ചസ് ആണ് കൂടുതലും വരുന്നത്. മൂഡ് ഡിസോർഡർ ആകുമ്പോൾ എന്തായിരിക്കും? സെറോട്ടോണിൻ ചേഞ്ചസ് ആണ് മൂഡ് ഡിസോർഡറിനകത്ത് നമ്മൾ കൂടുതൽ കോറിലേറ്റ് ചെയ്യുക. ഇനി അപ്പോൾ സ്കിസോ എഫക്റ്റീവ് ആകുമ്പോൾ ഏതായിരിക്കും? അത് നിങ്ങളുടെ ലോജിക്കാണ്, ബുദ്ധിയാണ്. ഏതായിരിക്കും? മിടുക്കികളെ ബ്രെയിൻ ഒന്ന് തിരിച്ചു മറിച്ചാലോക്കി. സ്കിസോഫ്രീനിയ ആകുമ്പോൾ ഡോപ്പാമിൻ ആയിരിക്കാം, മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസോർഡർ ആകുമ്പോൾ സെറോട്ടോണിൻ ആയിരിക്കാം. അപ്പൊ സ്കിസോ എഫക്റ്റീവ് ആകുമ്പോൾ എന്തുണ്ടാവും? ഡോപ്പാമിൻ ചേഞ്ചസും സെറോട്ടോണിൻ ചേഞ്ചസും വരാനുള്ള ചാൻസസ് ഉണ്ട്.
acute and transient psychotic disorder ആവുമ്പോഴും പലപ്പോഴും ഏതായിരിക്കും കൂടുതൽ ചേഞ്ചസ് വരുന്നത്? acute and transient psychotic disorder എന്നാണ് നമ്മൾ പറഞ്ഞത്, psychotic disorder. അപ്പൊ ഏത് തന്നെയായിരിക്കും പിന്നെയും കൂടുതൽ ഏതിന് തന്നെയാണ് ചാൻസസ്? ഡോപ്പമിൻ ആണ് സർ. ഡോപ്പാമിൻ തന്നെയാണ് ചാൻസസ്. സൈക്കോസിസ് എന്നോയിസിലും ഡോപ്പാമിൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ സ്കിസോ ടൈപ്പൽ പി ഡി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതാ? സ്കിസോ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിൽ പക്ഷെ അപ്പൊ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കോറിലേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നുകൂടി ആലോചിച്ച് അതിലും ട്രാൻസിയന്റ് ആയിട്ടുള്ള ഹാലൂസിനേഷൻസ് വരാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് തന്നെ സ്കിസോ ടൈപ്പലിന്റെ പല എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സും പറയുന്നത് ഡോപ്പാമിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും അതേപോലെ തന്നെ ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻസും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ബിൽഡപ്പിന്റെ ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ജെനറ്റിക്കലി ഉള്ള ക്രോമസോമലി എന്താ പറയുക കൈമാറി വന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഇത് പലതും കണക്ട് ചെയ്താണ് പേഴ്സണാലിറ്റി വരുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ പ്ലസ് ഡോപ്പാമിൻ ഏതിൽ എഫക്റ്റ് ചെയ്യാമെന്ന് പറയുന്നു? സ്കിസോ ടൈപ്പലിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആ സ്പെക്ട്രത്തിലെല്ലാം തന്നെ നമുക്ക് കുറെ കൂടി ഏതിനെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷെ ആൻസൈറ്റി സ്പെക്ട്രം കൂടുതലും ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പറയുക? സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്കിന്റെ ഹോമിയോസ്റ്റേസിസിലുള്ള ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? ന്യൂറോട്ടിക് സ്പെക്ട്രം അല്ലെങ്കിൽ ആൻസൈറ്റി സ്പെക്ട്രം ഡിസോർഡറിനെ പറയുന്നത്. ക്ലിയർ ആണോ? അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ഡീൽ ചെയ്യുന്ന കേസസിൽ കൂടുതലും എറ്റിയോളജിക്കൽ ഫാക്ടർ എന്തിലേക്കാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്കിന്റെ ഹോമിയോസ്റ്റേസിസിലുള്ള ചേഞ്ചസുമായിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എന്താണ് നമുക്ക് അവിടെ പല കേസസിലും മെഡിസിനൽ സപ്പോർട്ട് ഇല്ലാതെയും ബാക്കി സൈക്കോളജിക്കൽ മെത്തേഡ്സ് കൊണ്ട് റിസൾട്ട് വരുന്നത്. അതേസമയത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ചേഞ്ചസ് വരുമ്പോഴാണ് കുറെ കൂടി എന്തിന്റെ അത്യാവശ്യം വരുന്നതായിട്ട് പറയപ്പെടുന്നത്? മെഡിസിനൽ നീഡ് പറയാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്നതാണ് എന്നുള്ളത് അറിയണം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുതിയ പല സ്റ്റഡീസും OCDയും സെറോട്ടോണിൻ ചേഞ്ചസും ആയിട്ട് ലിങ്ക് ചെയ്ത് പറയുന്നുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? OCD പക്ഷേ ഏത് സ്പെക്ട്രത്തിൽ തന്നെയാണ്? ആൻസൈറ്റി സ്പെക്ട്രത്തിൽ തന്നെയാണ്. പക്ഷെ OCDയിലുള്ള സ്റ്റഡീസ് പലതും എന്ത് പറയുന്നുണ്ട്? സെറോട്ടോണിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി ന്യൂറോട്ടിക് സ്പെക്ട്രത്തിനൊന്നും ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് OCDക്ക് സെക്കൻഡറി ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ക്ലിനിക്കൽ ഇംപ്രഷൻ. പറഞ്ഞേണ്ട ഒരു മിനിറ്റ് കേട്ടോ. അതായത് OCDക്കകത്ത് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു അല്ലേ? ബാക്കി നമുക്ക് ന്യൂറോട്ടിക് സ്പെക്ട്രത്തിനൊന്നും പെട്ടെന്ന് സെക്കൻഡറി ഡിപ്രസീവ് ഫീച്ചേഴ്സ് പറയാൻ പറ്റില്ല. പക്ഷെ OCD കുറെ കാലം പെർസിസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ എന്തുണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നു? സെക്കൻഡറി ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നു. അതായത് OCD വന്ന് കുറെ കാലം കഴിയുമ്പോൾ ഡിപ്രസീവ് ഫീച്ചേഴ്സ് കൂടി കോറിലേറ്റ് ചെയ്ത് സൂയിസൈഡൽ വിഷ്വൽസ് ഒക്കെ വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അല്ലെ OCD കുറെ കൊല്ലം കഴിഞ്ഞ് ഡിപ്രസീവ് കോഗ്നീഷൻസ് ഉണ്ടെങ്കിൽ പലപ്പോഴും എന്താണ് നമുക്ക് അതിൽ സൈക്കോളജിസ്റ്റ് അത് കാണുമ്പോൾ റിസ്ക് എലമെന്റ് ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? മെഡിസിൻ എന്തായാലും സജസ്റ്റ് ചെയ്യണം. പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? ഓക്കെ. പക്ഷേ OC വിത്ത് സൈക്കോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ OCയും സ്കിസോഫ്രീനിയും ലിങ്ക് ചെയ്തിട്ടൊക്കെ പല സ്റ്റഡീസും പറയുന്നുണ്ട് കേട്ടോ. OC ഫീച്ചേഴ്സ് പ്ലസ് സ്കിസോഫ്രീനിയ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ സ്റ്റഡീസിലും ഒരേപോലെ പറയുന്ന വേറൊരു സാധനം കൂടി ഉണ്ട്. OCD ഏതെങ്കിലും ഡിസോർഡറിന്റെ ഒപ്പം ലിങ്ക് ചെയ്ത് വന്നാൽ എന്തുണ്ടാവും? റിസൾട്ട് വളരെ കുറവാണെന്നും പറയുന്നുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം അതായത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണോ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് തന്നെ ലിങ്ക് ചെയ്ത് വരുന്നതാണ്? എങ്ങനെയായിരിക്കും? കൂടുതലും സൈക്കോട്ടിക്കിനകത്തുള്ള ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ ഇതിലൊക്കെ ഒബ്സസീവ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ OC അതിലേക്ക് കോറിലേറ്റ് ചെയ്ത് OCD കോറിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് പല കേസസിലും. ചില സ്കിസോഫ്രീനിയ കാണുമ്പോഴും അതിലെന്തുണ്ട്? OCDയുടെ ഫീച്ചേഴ്സും ഉണ്ട്, സ്കിസോഫ്രീനിയയുടെ ഫീച്ചേഴ്സും ഉണ്ട്. അങ്ങനെ ലിങ്ക് ചെയ്ത് പലതും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? റിസൾട്ട് വളരെ കുറവാണെന്നാണ് പറയുന്നത്. സൈക്കോട്ടിക് സ്പെക്ട്രത്തിലായാലും ശരി ന്യൂറോട്ടിക് സ്പെക്ട്രത്തിലായാലും ശരി OC എവിടെയൊക്കെ കൂടെ കൂടുന്നു അവിടെ റിസൾട്ട് കുറച്ച് കുറയുന്നതാണ്. കാരണം എന്താണ്? OCക്കകത്ത് എന്തുണ്ട്?
റിപ്പീറ്റഡ് തോട്ട് പാറ്റേൺ ഉണ്ട് അല്ലെ. അപ്പൊ പലപ്പോഴും എന്താണ്, ഏത് സാധനം ആയാലും റിപ്പീറ്റഡ് തോട്ട് പാറ്റേൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, സ്ട്രെസ് കൂടും. അതേപോലെ തന്നെ എന്താണ്, സിംറ്റംസ് വേഴ്സൺ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ ഒരുവിധം എല്ലാത്തിലും OC ഒപ്പം കോറിലേറ്റഡ് ആയിട്ട് വേറൊരു ഡിസോർഡർ കൂടി ഉണ്ടെങ്കിൽ റിസൾട്ട് കുറവാണെന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കണം, OCD സംഭവം നമ്മൾ ന്യൂറോട്ടിക് സ്പെക്ട്രത്തിൽ പറഞ്ഞാൽ പോലും കുറച്ച് കൂടി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ന്യൂറോട്ടിക് സ്പെക്ട്രം ആണെങ്കിൽ പോലും ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് കൂടുതൽ സ്റ്റഡീസ് ഉള്ള ഡിസോർഡർ ആണ് OCD എന്നൊന്ന് ആലോചിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം OCD ആണെങ്കിൽ പലപ്പോഴും എന്തുണ്ടാവും, ഒരു നമ്മൾ എക്സ്ട്രീം ലെവൽ ഓഫ് OCD ആണെങ്കിൽ മെഡിസിൻസിന്റെ സപ്പോർട്ട് പലപ്പോഴും വേണ്ടി വരും. ഓക്കെ സർ, സ്കിസോഫ്രീനിയയിൽ ജനറേറ്റ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടോ? കേട്ടില്ല. സ്കിസോഫ്രീനിയയിൽ ന്യൂറോൺ ഡീജനറേറ്റ് ആയി പോകുന്നുണ്ടോ? അതിനകത്ത് നമ്മൾ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹിബിഫ്രീനിക് സ്കിസോഫ്രീനിയയിൽ എന്തുണ്ടാവും, കൊഗ്നിറ്റീവ് ഡിക്ലൈൻ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിബിഫ്രീനിക് സ്കിസോഫ്രീനിയ കംപ്ലീറ്റ്ലി എന്താണ്, നെഗറ്റീവ് സിംറ്റം ഓറിയന്റഡ് സ്കിസോഫ്രീനിയ ആണ്. ഈ കംപ്ലീറ്റ്ലി നെഗറ്റീവ് സിംറ്റം ഓറിയന്റഡ് സ്കിസോഫ്രീനിയ വരുമ്പോൾ പലപ്പോഴും എന്തുണ്ടാവും, കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇവർക്ക് എന്തുണ്ട്, ബ്രെയിനിന് അതെന്ത് ചെയ്യും, ഇമ്പയർമെന്റ് വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഹിബിഫ്രീനിക് സ്കിസോഫ്രീനിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ എന്തുണ്ടാവും, കുറച്ച് കൊല്ലങ്ങളോളം ഹിബിഫ്രീനിക് സ്കിസോഫ്രീനിയ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഉണ്ടാവും, കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അവരുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഇന്റലക്ച്വൽ ലെവൽ, മെമ്മറി എല്ലാ സാധനവും താഴേക്ക് പോകുന്നുണ്ട്. ഈവൻ ചില ആൾക്കാർ എന്തുണ്ടാവും, ഹിബിഫ്രീനിക് സ്കിസോഫ്രീനിയ വന്ന് കുറച്ച്, അതായത് കോഗ്നിറ്റീവ് ഡിക്ലൈൻ വന്ന് റിഗ്രഷൻ വന്ന് വളഞ്ഞു കുത്തി ഇങ്ങനെ കാൽ രണ്ടും മടക്കി തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ഹിബിഫ്രീനിക് സ്കിസോഫ്രീനിയ, നെഗറ്റീവ് സിംറ്റം ഓറിയന്റഡ് സ്കിസോഫ്രീനിയ കുറെ കൊല്ലം വന്നു കഴിഞ്ഞ് അവരെന്തുണ്ടാവും, ആരുമായിട്ട് മിണ്ടുന്നില്ല, ഫേസ് ചെയ്യുന്നില്ല, കാൽ രണ്ടും അല്ലെ മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് തലയും താഴ്ത്തി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു സാധനത്തിന് പണ്ട് കാലത്ത് ഒരു എംബ്രയോണിക് റിഗ്രഷൻ എന്നടക്കം വാക്കുണ്ട്. എന്താ? അതായത് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന പോലത്തെ ആ ഒരു പൊസിഷനിലേക്ക് അത്രയും റിഗ്രസ് ചെയ്ത് താഴേക്ക് പോയി ജനിക്കുന്നതിന് മുമ്പത്തെ ഉള്ള അവസ്ഥയിലേക്ക് റിഗ്രസ് ചെയ്ത് പോയി എന്നുള്ള ഒരു ടേം ഉണ്ട്, എംബ്രയോണിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും കോഗ്നിറ്റീവ് ഡിക്ലൈൻ വരുന്ന സാധനം ഏതിലുണ്ട്, സ്കിസോഫ്രീനിയയിലുണ്ട്. ഓക്കെ. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ന്യൂറോട്ടിക് സ്പെക്ട്രത്തിലെ ഏറ്റവും ആദ്യം ഏത് ഡിസോർഡർ പറയാറുള്ളത്? ഏറ്റവും ആദ്യം പറയുന്ന ഡിസോർഡർ എല്ലാവർക്കും അറിയുന്നതാണ്, ഏറ്റവും എളുപ്പമുള്ള ഡിസോർഡറുമാണ്. നമ്മൾ ന്യൂറോട്ടിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ് ക്ലാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഫോബിയ അല്ലെ. നമ്മൾ ഫസ്റ്റ് പറയുന്ന പേര് തന്നെ നമ്മൾ എന്താണ്, ഫോബിയ ആണ് അല്ലെ. ഫോബിയക്കകത്ത് നമ്മൾ പെട്ടെന്ന് അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്തായിരിക്കും? കാരണം ഇത് ന്യൂറോട്ടിക് സ്പെക്ട്രം ആയ കാരണം കൊണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന സാധനമാണ്. ഏതായിരിക്കും ഫോബിയക്കകത്ത്? ഫോബിയ എന്ന് പറയുന്ന പെർസിസ്റ്റന്റ് ഇറേഷണൽ ഫിയർ എന്നുള്ളതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറയുന്നത്, ഫോബിയ പറയുന്നത് അല്ലേ. ഫോബിയ നമുക്ക് സിമ്പിൾ ആയിട്ട് ഏതൊക്കെ ടൈപ്പിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ഫോബിയ, അഗോറോഫോബിയ. തന്നെ മൂന്നെണ്ണാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. സ്പെസിഫിക് ഫോബിയ അല്ലേ, സോഷ്യൽ ഫോബിയ, അഗോറോഫോബിയ. ഇതില് പാനിക് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഫോബിയ ഏതായിരിക്കും? അഗോറോഫോബിയ. തന്നെ പാനിക് ഡിസോർഡർ വിത്ത് ഓർ വിത്തൗട്ട് അഗോറോഫോബിയ എന്ന് പണ്ടൊരു ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞേ, അഗോറോഫോബിയ പലപ്പോഴും എന്താണ്, നമ്മൾ പാനിക് അറ്റാക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഫോബിയയുടെ പേരാണ്. ഇതില് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കാണുന്ന പാമ്പിനെ പേടി. നിങ്ങൾക്കൊക്കെ പാമ്പിനെ പേടിയില്ലേ? പാമ്പിനെ പേടി, പല്ലിയെ പേടി, സ്പൈഡറിനെ പേടി, കോക്രോച്ചിനെ പേടി, അല്ലെങ്കിൽ എന്താണ്, ഇടിവെട്ടിനെ പേടി, സൗണ്ടിനെ പേടി, പടക്കത്തിനെ പേടി, ഇരുട്ടിനെ പേടി, ഇങ്ങനെ ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. അത് എല്ലാം തന്നെ ഏതിനകത്ത് വരും അല്ലെ? ഒരു സ്പെസിഫിക് ഫോബിയ. ഒരു സിറ്റുവേഷനോ ഒരു ഒബ്ജക്റ്റിനോടോ സ്പെസിഫിക് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സ്പെസിഫിക് ടു എ സിറ്റുവേഷൻ ഓർ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയ അല്ലാത്ത സാധനങ്ങൾക്കൊന്നും അവർക്ക് ടെൻഷനോ പേടിയോ ഉണ്ടാവില്ല. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ്
സിറ്റുവേഷൻ, ഈ രണ്ടിൽ എന്തെങ്കിലും ഒരു സാധനത്തിനോട് മാത്രം പേടിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഫോബിയ അല്ലേ. അതിൽ കുറേ ഉണ്ട്. മൃഗങ്ങളെ പേടി, ബ്ലഡിനെ പേടി, ഹൈറ്റിനെ പേടി, വെള്ളത്തിനെ പേടി അല്ലെ. അതങ്ങനെ നോക്കിയ ഇഷ്ടം പോലെയാണ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാലോ? സോഷ്യൽ സിറ്റുവേഷൻ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള. ഈ സോഷ്യൽ ഫോബിയ സോഷ്യൽ ഫോബിയയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്? ബാക്കിയുള്ളവര് ഇവരെ ഒബ്സർവ് ചെയ്യോ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യോ എന്നുള്ള തോന്നലുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോഷ്യൽ ഫോബിയക്കകത്ത് രണ്ട് സാധനമാണ്. അതായത് ഒബ്സർവ് ചെയ്യോ ക്രിറ്റിസൈസ് ചെയ്യോ. അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ആളുകൾ കൂടുന്നിടത്ത് ഉള്ള ഒരു സിറ്റുവേഷനിൽ, അതിപ്പോ മീറ്റിംഗ് ആവാം, പാർട്ടി ആവാം, കല്യാണം ആവാം അല്ലെ, എന്ത് വേണമെങ്കിൽ ആവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബാക്കിയുള്ളവർ ഇവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടോ എന്ന തോന്നലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞത് സോഷ്യൽ ഫോബിയ അല്ലേ. ആണോ അല്ലേ? ആണോ അല്ലേ? നിങ്ങൾക്ക് ഈ ഫോബിയ ഇല്ലേ? സോഷ്യൽ ഫോബിയ ഇല്ലേ? തീരെ ഇല്ലാന്ന് പറഞ്ഞൂടാ. ചിലർക്കൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ചിലപ്പോൾ 5-6 തവണ ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്കാതെ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നൽ വരാം ഇല്ലേ? അതെ അതെ, പ്രത്യേകിച്ച് ബിരിയാണി ഒക്കെ കഴിക്കും. ബിരിയാണി ഒക്കെ കഴിക്കും. അതൊരിക്കലും എന്തല്ല, സോഷ്യൽ ഫോബിയ അല്ല, റിയാലിറ്റിയാണ്. ആൾക്കാരെ ഒബ്സർവ് ചെയ്യും. കാരണം എന്താണ്, അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കരുത്, സോഷ്യൽ ഫോബിയ ആയിട്ട് എടുക്കരുത്. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ അല്ലെ ഒരു 5-6 റൗണ്ട് ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ എല്ലാവരും എന്നെ ഒബ്സർവ് ചെയ്യുന്നു, എനിക്ക് സോഷ്യൽ ഫോബിയ ആയെന്നൊന്നും പേടിക്കണ്ട. അത് റിയാലിറ്റിയാണ് അല്ലേ. അതുകൊണ്ട് സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനത്തെ അല്ല, അല്ലാത്ത സിറ്റുവേഷനിലും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ. അപ്പൊ അഗോറഫോബിയ എന്താണ്? ഇതിനും ഒരു യോജിച്ച സാധനം തന്നെയാണ്. ഒരു സോഷ്യൽ സിറ്റുവേഷൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമോ അതായത് ഓരോന്നും തമ്മിലുള്ള ആദ്യത്തെ സാധനം എന്താണ്, ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ഓർ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോബിയ. സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇത്തിരി കൂടി ഒന്ന് മാറ്റിപ്പിടിച്ചു. അതെന്താണ്, ഫീൽസ് അതേഴ്സ് ആർ ഒബ്സർവിങ് ഓർ ക്രിറ്റിസൈസിങ് എന്നുള്ള സാധനവുമായിട്ട്, ആ തോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഗോറഫോബിയ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടാണ് എന്താണ്, ഫിയർ ഓഫ് എസ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ള അല്ലെ, അയ്യോ ഈ അടഞ്ഞ സ്ഥലം അല്ലെങ്കിൽ എന്താണ് ആളുകൾ കൂടുന്നു, ഇതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള ചിന്തയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അഗോറഫോബിയ. അത് ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു ലിഫ്റ്റിനകത്താവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കാം ഒരു ബസ്സിനകത്തായിരിക്കാം, ചിലപ്പോൾ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ട്രെയിനിനകത്തായിരിക്കാം. അപ്പൊ എന്താണ് എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് പോസിബിൾ അല്ല, ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പെട്ടെന്ന് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ വരുന്നതാണ് നമ്മൾ പലപ്പോഴും എന്തെന്ന് പറയുന്നത്, അഗോറഫോബിയ അല്ലേ. ആണോ അല്ലേ? ആണോ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനകത്ത് പക്ഷെ സ്പെസിഫിക് ഫോബിയ ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്തറിയാം, ഇറേഷണൽ ഫിയർ എന്ന് നമ്മൾ ഫോബിയെ പറയുന്നുണ്ടെങ്കിലും ചിലർ പറയും ഇപ്പൊ പാമ്പിനെ പേടി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പാമ്പിനെ പേടിയില്ലേ? എനിക്കുണ്ട് കേട്ടോ. ഉണ്ടോ ഇല്ലേ? എനിക്കുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇതിലില്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ പാമ്പിനെ പേടി, ഞാൻ ആ തേയിലത്തെ ലേഡി പറഞ്ഞ പോലെ ആ പുള്ളിക്കാരിക്ക് പേടി ഇല്ലാത്ത ടീം കണ്ടിട്ട് പേടിച്ച, ഞാനെങ്ങാനാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല, ഞാൻ ഇല്ലാതെ തന്നെ ഇടിഞ്ഞു പറഞ്ഞു വീണേനെ. അപ്പൊ പലപ്പോഴും അല്ലെ പാമ്പിനെ പേടി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ആ പാമ്പിന്റെ ഒരു വീഡിയോ കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ പാമ്പ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്നു അതിന്റെ കുറച്ചപ്പുറത്ത് പോകുന്നു എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ അതിനെ ഒബ്സർവ് ചെയ്യാതിരിക്കൊന്നുമില്ല. അപ്പുറത്തോടെ പോകണമെങ്കിൽ പൊക്കോട്ടെ നമ്മൾ വിചാരിക്കും. തൊട്ടടുത്തേക്കോ നമ്മുടെ മേത്തേക്കോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പേടിയുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നു, റോഡിന്റെ അപ്പുറത്തെ കൂടെ പോണ പാമ്പിനെ കണ്ട് നമ്മൾ ഇവിടെ തലയേറ്റ് വീഴുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ? അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നു, പാമ്പിന്റെ വീഡിയോ കാണുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് കൂടുക, നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവാം. അല്ല സാർ, എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളിക്കാരി വന്നിട്ട് പല്ലിയ ഭയങ്കര പേടിയാ. അതായത് ഇപ്പൊ അടുക്കളയിൽ പല്ലി എവിടെയെങ്കിലും ഇരുന്നാൽ മതി അവിടെ നിന്ന് അലറി വിളിച്ചു പോവും. വീഡിയോ കാണാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ അങ്ങനെ ഭയങ്കര പേടിയുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പൊ അത് ഫോബിയായി, മനസ്സിലായോ? അത്ര ഉണ്ടെങ്കിൽ ഫോബിയായി ഇല്ലേ? അത് ഇറേഷണൽ ഫിയർ ആയി. അതേസമയത്ത് നമ്മളൊരു പാമ്പിനെയൊക്കെ നമ്മൾ ഇത്തിരി ഒരു ഡിസ്റ്റൻറ്റ് നിന്ന് കാണുന്നു, അതിനൊന്നും നമുക്ക് പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നു, നമുക്ക് ഒരു പിക്ചർ കാണുന്നു, അതൊന്നും നമുക്ക് പേടിയില്ല. പക്ഷെ അങ്ങനെ കൂടി വന്നാൽ അതിനെ നമ്മൾ ഇറേഷണൽ ഫിയർ എന്നുള്ളത് വരും. അപ്പോഴാണ് അതിനെ ഫോബിയ എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കാരണം പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്, പാമ്പിനെ പേടി എല്ലാവർക്കും ഇല്ലേ? പക്ഷെ പാമ്പിന്റെ പടം കാണുമ്പോഴും വീഡിയോ കാണുമ്പോഴേക്കും നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇറേഷണൽ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുക.
അപ്പൊ നമ്മൾ ഫോബിയനെ 3 തരത്തിൽ പറഞ്ഞു: സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ഫോബിയ, അഗോറഫോബിയ. എല്ലാത്തിലും നമ്മൾ ഫോബിയ എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഇറേഷണൽ ഫിയർ എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഫോബിയക്കകത്ത് കുറെ ചെറിയ ചെറിയ പിന്നെ കുറെ പേരുകൾ ഉണ്ട് കേട്ടോ, അത് നമ്മൾ നോക്കണമെന്നില്ല. ഫോബിയക്കകത്തുള്ള മെയിൻ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണ്? കേട്ടിട്ടുള്ള സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ് ഫോബിയക്കകത്തുള്ള മെയിൻ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെയിൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? എക്സ്പോഷർ പയ്യെ പയ്യെ ചെയ്യുക എന്നുള്ളതാണെന്ന് അറിയാം, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നിങ്ങൾ ബാക്കിയുള്ളവർ ഒന്നാലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു. ആദ്യം ആ ഫോബിയ ഉള്ള ഒബ്ജക്റ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് അങ്ങനെ എന്തോ അല്ലേ, പിന്നെ പടിപടിയായി ഹൈറാർക്കി. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞൊക്കെ ശരി തന്നെ. ഇനി ഇതിനൊക്കെ കൂടി ഒരു സ്ട്രക്ചർ ചെയ്ത് പറഞ്ഞാൽ അതൊക്കെ കൂടി ശരിയാവും. ആലോചിച്ച് നോക്കി. ഫോബിയ നമ്മുടെ ഏരിയ ആണ് കേട്ടോ, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തായിരിക്കും ഫോബിയക്കകത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണെങ്കിൽ ഇതിന്റെ മെയിൻ സ്റ്റെപ്സ് എന്തായിരിക്കും? എക്സ്പോഷർ റിലാക്സേഷൻ ട്രെയിനിങ്. അതാണ്. വെരി ഗുഡ്. അവിടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ട്രെയിനിങ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിലാക്സേഷൻ ട്രെയിനിങ്. സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈറാർക്കി കൺസ്ട്രക്ട് ചെയ്യുക. സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും മിനിമം സ്ട്രെസ് ഉള്ളത് തൊട്ട് ഏറ്റവും മാക്സിമം സ്ട്രെസ് ഉള്ള സാധനങ്ങൾ വരെ സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. അല്ലെ, ഒരു സിറ്റുവേഷനിൽ ഒട്ടും സ്ട്രെസ് ഇല്ലാത്ത ഒരെണ്ണം എടുക്കുന്നു, തൊട്ട് മേലെ അല്ലെ, ഇപ്പൊ പല്ലിയെ ചെറിയ പേടിയുണ്ട്, അപ്പൊ പല്ലി എടുത്തു. അതിന്റെ മേലെ നമുക്ക് എന്താ, ഇപ്പൊ കോക്രോച്ചിന് പേടിയുണ്ട്, അതെടുത്തു. അല്ലെങ്കിൽ അതിന്റെ മേലെ നമുക്ക് എന്ത് ചെയ്യുന്നു? പാമ്പിനെ. അപ്പൊ എങ്ങനെയാണോ, ഏതാണോ ഏറ്റവും മിനിമം സ്ട്രെസ് തൊട്ട് ഏറ്റവും മാക്സിമം സ്ട്രെസ് വരെയുള്ള സാധനങ്ങളെ ഹൈറാർക്കിക്കലി നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ച് നമ്മൾ എന്ത് ഉണ്ടാക്കി? ഒരു ഹൈറാർക്കി ഉണ്ടാക്കി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? റിലാക്സേഷൻ പഠിപ്പിച്ചു. അതിനകത്തും 2 രീതിയിലുണ്ട്. റിലാക്സേഷൻ പഠിപ്പിച്ചു എന്നുള്ളതല്ല, JPMR ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ആണ് ചെയ്യുന്നതെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് എന്താണ് കറക്റ്റ് അത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ റിലാക്സ് എന്ന് പറയുമ്പോഴേക്കും ബോഡി എന്ത് ചെയ്യണം? കാം ഡൗൺ ആവുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് കംപ്ലീറ്റ് റിലാക്സേഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തുക. വല്ലതും പിടികിട്ടിയോ? ഫ്ലോ പോയോ? മനസ്സിലാവാതെ മനസ്സിലാവുന്നുണ്ട്. അല്ല, ബാക്കിയുള്ളവർ മനസ്സിലായോ? ഇല്ലേ? വേറുള്ളവരൊന്നും എന്താണെന്നറിയോ? നമ്മൾ വെറുതെ എടുത്ത് JPMR റിലാക്സേഷൻ പഠിപ്പിക്കുകയല്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു JPMR ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ചെയ്യുന്നു, ഒരു 10 സ്റ്റെപ്പുകളാണെങ്കിൽ നമ്മൾ ആ 10 സ്റ്റെപ്പിൽ തുടങ്ങി ഒരാഴ്ചയോ 2 ആഴ്ച കഴിയുമ്പോൾ അതിന്റെ ഒരു 2 സ്റ്റെപ്പ് കുറച്ച് അവസാനം എന്താണ്? വെറുതെ റിലാക്സ് എന്ന് പറയുമ്പോഴേക്കും ബോഡി കാം ഡൗൺ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ആ റിലാക്സ് എന്നുള്ള വാക്ക് ബ്രെയിനിലേക്ക് കണ്ടീഷൻഡ് ആക്കി എടുക്കണം. അപ്പോഴാണ് ഫുൾ റിലാക്സേഷന്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത സാധനങ്ങൾ അനുസരിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ന്യൂട്രൽ സ്റ്റിമുലസ്, അതായത് സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ഒരു സാധനം വിഷ്വലൈസ് ചെയ്യാൻ പറയും. എന്നിട്ട് എന്താണ് അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവരെന്ത് ചെയ്യണം? അവരുടെ ഇൻഡെക്സ് ഫിംഗറോ ഏതെങ്കിലും ഒരു ഫിംഗർ കിടന്നിട്ട് ചെയ്യുമ്പോൾ ആ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയും. അല്ലെ, അപ്പൊ ഒരു നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് 0 ഉള്ള ഒരു സാധനത്തിനെ എക്സ്പോസ് ചെയ്യിപ്പിച്ചു, ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ചെറിയ സ്ട്രെസ് ഉള്ള ഒരു സാധനം വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്നു. റിയൽ അല്ലെങ്കിൽ വിഷ്വലാണ് കൂടുതലും നടക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്നു. അത് കറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറയും? വിരലുകൊണ്ട് എന്ത് ചെയ്യാൻ പറയും? അവർക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയും. ആ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അവർ അലേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിലാക്സ് എന്നുള്ള വാക്കും തന്നെ, ഫുൾ റിലാക്സേഷൻ അല്ല, പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിലാക്സ് എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞ് അവർക്ക് എന്ത് ചെയ്യും? ആ സാധനം ആലോചിക്കുമ്പോൾ ഇവർക്ക് സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ എത്തിക്കും. അല്ലെ, ആ ഇവന്റ് ആലോചിക്കുമ്പോൾ സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ അവരെ എത്തിക്കണം. അപ്പോഴാണ് തൊട്ടടുത്ത സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ചുള്ള അടുത്ത ഹൈറാർക്കിയിലെ തൊട്ട് മേലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ സ്റ്റെപ്പും മേലേക്ക് കയറി
ഈ റിലാക്സ് എന്ന വാക്കുമ്പോൾ ഇവർക്ക് എന്താണ്, നമ്മൾ ആ ഒരു ഇവന്റിനെ എങ്ങനെ ഇവർ ചിന്തിച്ചാലും സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ എത്തിക്കണം എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പ് മേലേക്ക് കയറി ഏറ്റവും മേലത്തെ വരെയുള്ള സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് ഏറ്റവും മാക്സിമം കാണിക്കുന്ന ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോബിക് ആയിട്ടുള്ള സാധനത്തിനെ വരെ നമ്മൾ വിഷ്വലൈസ് ചെയ്യിപ്പിച്ച്, ഫോബിയ എന്നുള്ളതിലാകുമ്പോൾ ഫോബിക് ആയിട്ടുള്ള സാധനത്തിന് വരെ എന്ത് ചെയ്തു, നമ്മൾ ഇവരെ ഇമാജിനലി എക്സ്പോസ് ചെയ്യിപ്പിച്ച് നമ്മൾ അതിനെ താഴ്ത്തി റിലാക്സ് എന്ന് പറയുന്ന വാക്കിൽ അതിനെ കൺട്രോൾ ചെയ്യിപ്പിച്ചാൽ അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആയി. എല്ലാം പിടിയിട്ടോ ഉള്ളതും കൂടി പോയോ? 3 മെയിൻ സ്റ്റെപ്പ്. 1 റിലാക്സേഷൻ പ്രോപ്പർ ആ ഒരു ടെക്നിക് പഠിപ്പിക്കുന്നു. 2 സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ച് സിറ്റുവേഷൻസിനെ റേറ്റ് ചെയ്യുന്നു. 3 നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നു. അത് ഇമാജിനൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ലെവലിലേക്ക് അവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് എക്സ്പോസ് ചെയ്യുന്ന റിലാക്സേഷനെ കൂടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എക്സ്പോസ് ചെയ്താലും ഇവരുടെ ബോഡി അലേർട്ട്നെസ്സോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുകയോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ ആ ഫോബിയയുടെ സമയത്ത് കാണിക്കുന്ന സിംറ്റംസ് ഇല്ലാത്ത രീതിയിൽ എത്തിക്കുന്നു. ക്ലിയർ ആയോ ഇല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫോബിയ എന്നുള്ളതിനകത്ത് നമ്മൾ നോക്കണ്ടേ. ഫോബിയക്കകത്ത് 3 എണ്ണം നമ്മൾ പറഞ്ഞു: സ്പെസിഫിക്, സോഷ്യൽ, അഗോറഫോബിയ. ഇതിലെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത്. ആ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമ്മൾ എങ്ങനെയാണ് 3 സ്റ്റെപ്പിൽ കൂടെ കടന്നു പോകും എന്നുള്ളത് ആലോചിക്കുക. ഒന്നാമത്തെ റിലാക്സേഷൻ ടെക്നിക്ക് മുഴുവനായിട്ടൊരു ക്ലയന്റിനെ അല്ലെങ്കിൽ പേഷ്യന്റിനെ പഠിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് വെറുതെ റിലാക്സ് എന്ന് പറയുമ്പോഴേക്കും ബോഡി കാം ഡൗൺ ആവുന്ന രീതിയിൽ റിലാക്സേഷൻ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് 3 ആഴ്ച സാധാരണ പറയാം, ആ ടൈം ഫ്രെയിം കൊണ്ട് അത് കുറച്ച് കൊണ്ടുവരണം അല്ലെ. വെറുതെ റിലാക്സ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ബോഡി കാം ഡൗൺ ആവുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ റിലാക്സേഷന്റെ ടെക്നിക് കംപ്ലീറ്റ് ആയി. പിന്നെ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാധനത്തിനെ ഗ്രേഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മിനിമം സ്ട്രെസ് ഉള്ളത് തൊട്ട് മാക്സിമം സ്ട്രെസ് ഉള്ളത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അനുസരിച്ച് ഹൈറാർക്കി ബിൽഡപ്പ് ചെയ്ത് ഏറ്റവും മിനിമം ആൻസൈറ്റി ഉള്ള സാധനങ്ങൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഇൻ റിയൽ കൊണ്ടെത്തിച്ച് റിലാക്സേഷന്റെ പ്രൊസീജിയർ ചെയ്ത് എന്ത് ചെയ്യുന്നു, അവർക്ക് സ്ട്രെസ് ഇല്ലാത്ത രീതിയിലാക്കി എത്തിച്ചാൽ അവിടെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവും. പറഞ്ഞു പിടിയിട്ടോ ഇല്ലേ? യെസ് സർ. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പലപ്പോഴും എന്താണ്, ഇപ്പൊ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഫോബിയ ചിലപ്പോൾ വരണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും എന്താണ്, പുറമേ ഇരിക്കുമ്പോൾ പലപ്പോഴും പല പാറ്റേണിലുള്ള ഫോബിയാസ് അത്യാവശ്യം കാണാൻ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ന്യൂറോട്ടിക് സ്പെക്ട്രത്തിൽ ഒരു സാധനം നമ്മൾ ഇന്ന് തീർത്തു, അത് ഏതാണ്? ഫോബിയ. അപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യന്റ് വരാനാണോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പേഷ്യന്റ് വരാനാണോ ശരിക്കും എളുപ്പം? എളുപ്പം നമ്മുടെ അടുത്ത് വരാനാണ്, പക്ഷെ ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്നത് സൈക്കാട്രിസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരാനാണ് എളുപ്പം. കാരണം എന്താണ്, അവിടെ എന്തുണ്ടാവും, പേഷ്യന്റിന് എന്തുണ്ടാവും, ഇൻസൈറ്റ് ഉണ്ടാവും. മനസ്സിലായോ? ന്യൂറോട്ടിക് സ്പെക്ട്രത്തിൽ ഇൻസൈറ്റ് ഉണ്ട്, സൈക്കോട്ടിക് സ്പെക്ട്രത്തിൽ ഇൻസൈറ്റ് ഇല്ല. അപ്പൊ പലപ്പോഴും പിടിച്ചോണ്ട് പോകണം. ഇവിടെ അതല്ല, പേഷ്യന്റ് തനിയെ എത്തും. കാരണം അവർക്ക് എന്താണ്, ആ ഒരു സാധനം അല്ലെ, ആൻസൈറ്റി ഉള്ളതുകൊണ്ട് സ്ട്രെസ് ഉള്ളതുകൊണ്ട് അവർക്ക് അത് കുറയ്ക്കണം എന്ന് തോന്നുന്നതുകൊണ്ട് അവരെത്തും. ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം പാനിക് അറ്റാക്ക്, OCD, അങ്ങനെ അങ്ങോട്ട് നമുക്ക് മേലേക്ക് പോവാം. ഓക്കെ. ഓക്കെ, ബൈ ബൈ. അടുത്ത ദിവസം ആകുമ്പോഴേക്കും എന്റെ പവർ പോയിന്റ് ശരിയാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് തന്നെ ശരിയാക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ ബൈ. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ഓക്കെ.